നമ്മുടെ ഈ സംഘടനയുടെ പേരെന്ന് പറയുന്നത് നിയമസഹായ വേദി എന്നുള്ളതാണ്. അതിനകത്ത് ഒരു അഡ്വക്കേറ്റ് പോലും ഇല്ല. കൊല്ലം ജില്ലയ്ക്ക് നമ്മുടെ ഒരു ചാത്തന്നൂരുള്ള ഒരു ജയചന്ദ്രൻ സാറ്, അദ്ദേഹത്തിനെ രക്ഷാധികാരിയായി വെച്ചിട്ടുണ്ട്. വേറെ ഒരു അഡ്വക്കേറ്റുമാരും ഇല്ല. ഇദ്ദേഹം മറ്റുള്ള ജില്ലകളിൽ പറയുന്നത് അഡ്വക്കേറ്റ് ആണെന്നാണ്. ഇദ്ദേഹമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു ലേബലിൽ പാവപ്പെട്ട ഒത്തിരി പേരുടെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇന്നും വന്നിട്ടുണ്ട്, ജോലി വാഗ്ദാനം ചെയ്ത് റെയിൽവേയിലേക്ക് ജോലി മേടിച്ച് കൊടുക്കാൻ 8 ലക്ഷം രൂപ വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രയോജനം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലേഡിയെ വിളിച്ച്, അത് എൻ്റെ നാട്ടുകാരിയാണ്, ഞാൻ അവർക്കുള്ള ഒരു നമ്പർ എൻ്റെ ഉണ്ട്. അവർ ഇതുകൊണ്ട് പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന ആളായതുകൊണ്ട് ഞാൻ ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞ കണക്കൊരു ടീച്ചറാണ്, ഒരു അംഗനവാടിയുടെ, എനിക്ക് പരിചയമുള്ള. അവർ ഇതിനകത്ത് നമ്മുടെ കൂടെ ആഡ് ചെയ്താൽ ഇപ്പോൾ നെല്ലൂരിലെ കാര്യങ്ങളൊക്കെ അവരും സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടെ നമ്പർ മേടിച്ചിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് റെയിൽവേയിലേക്ക് വേക്കൻസി ഉണ്ട്, 8 ലക്ഷം രൂപയാവും, ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോണമെന്ന് പറഞ്ഞ് അങ്ങനെ തട്ടിപ്പ് നടത്താൻ നോക്കി. അതുപോലെ പല പല ജോലിയുടെ തട്ടിപ്പ് ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉണ്ട്. പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് ഇത് പറയാനുള്ളൊരു അവസ്ഥ ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ തീരെ താല്പര്യമില്ല. കാരണം ഞാൻ അകത്താവും. ഇതിൻ്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പൊതുജനങ്ങളുടെ അടുത്ത് സമാധാനം പറഞ്ഞ് പൊതുജനങ്ങൾ എന്നെ കളിയാക്കാനും തുടങ്ങി. ഇവൻ്റെ കൂടെ ആണോ നടക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുടുംബമായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇയാൾക്കുള്ള ഈ ദുർസ്വഭാവം ദുർനടത്തിപ്പിന് കൂട്ടു നിൽക്കാനും, എന്നെ പലയിടത്തും കൊണ്ടുവന്ന് പറയും ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡൻ്റൊന്നുമല്ല. ഞാൻ BMS എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ്റെ ഹെവി വെഹിക്കിൾസിൻ്റെ ജില്ലയുടെ പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ കാലത്ത് വർക്ക് ചെയ്ത ഒരാളാണ്. ഞാനൊരു സ്വയംസേവകനാണ്, ഞാനൊരു സംഘടനാ പ്രവർത്തകനാണ്. അല്ലാതെ അതിനുപരി ഞാൻ BJP എൻ്റെ എല്ലായിടത്തും ചെന്ന് എന്നെ കാണുന്നതിന് പെട്ട് ഇയാൾ ആൾക്കാരുടെ അടുത്ത് എന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അങ്ങനെ ആ നാമധേയങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും എന്നെ പരിചയപ്പെടുന്നത്. എനിക്കറിയത്തില്ല ഇത്. അങ്ങനെ പലരും എൻ്റെ അടുത്ത് വെച്ച് ഇപ്പം BJPയിലാണല്ലേ? ഞാൻ പറഞ്ഞല്ല, ഞാൻ BMS. ഇപ്പം ഞാൻ നിലവിലിരിക്കുന്നത് BMSൻ്റെ മോട്ടോറിൻ്റെ ഹെവി വെഹിക്കിൾസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സംഘടനയെക്കുറിച്ചോ എൻ്റെ കുടുംബത്തിനെക്കുറിച്ചോ ബോധമുള്ളതുകൊണ്ട് എനിക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. തന്നെയല്ല, എൻ്റെ കൂടെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊല്ലം ജില്ലാ ഭാരവാഹികൾ മൊത്തത്തിൽ ഇതേ അഭിപ്രായക്കാരാണ്. ഞാൻ അവർക്കുള്ള അഭിപ്രായം ഞാനായിട്ട് പറയുന്നില്ല, അവരുടെ അഭിപ്രായങ്ങൾ അവരവർ പറഞ്ഞോളും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒരു കാരണവശാലും പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരാവശ്യത്തിന് നിയമസഹായ വേദി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യരുത്. എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥനയാണ്. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഇതൊക്കെ എനിക്ക് ഇന്നലെ മെനയാന്ന് കേട്ടാൽ എനിക്ക് വലിയ ഭീഷണിയാണ്. എന്നെ ഒരുപാട് ചീത്ത വിളിക്കുകയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി എനിക്ക് മുട്ടായി തന്നെ എന്നെ കൊന്നുകളയെന്നൊക്കെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു. എന്തായാലും അത് വരട്ടെ, അത് വരുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഒരു ഭയപ്പാടോടു കൂടിയാണ് ഞാനിപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കേൾക്കുന്നവരെല്ലാവരും എന്നെ ഇതിനകത്ത് തെറ്റിദ്ധരിക്കരുത്. ഈ സംഘടനയുടെ പേര് കൊള്ളാം, പക്ഷേ സംഘടനയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആളുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പെണ്ണ് ബിസിനസ്സാണ്, പക്ക പെണ്ണ് ബിസിനസ്. ഇയാൾ കടക്കൽ മണൽവട്ടം എന്ന് പറയുന്ന സ്ഥലത്തുകാരനാണ്. എവിടെ അന്വേഷിച്ചാലും, പാരിപ്പള്ളിയിലായാലും പരവൂരായാലും പള്ളിക്കലായാലും ഏത് പോലീസ്, കൊട്ടാരക്കരയായാലും ഇപ്പോഴും കൊട്ടാരക്കര സൈബർ സെല്ലിലൊക്കെ കേസ് കിടക്കുക. ഇയാൾക്കുള്ള കൂടെ സഹകരിക്കുന്ന ആരുണ്ടോ അവരെ എല്ലാവരെയും ഇയാൾ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് ഓരോന്നോരോന്നില്ല അടയ്ക്കാൻ കവുങ്ങ് കാണിച്ച് തെങ്ങേ കയറുന്ന പണിയാണ് കയ്യിലിരിക്കുന്നത്. ഈ ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതേ ദിവസം ഞാൻ പൂർണ്ണമായി ഇനിയിപ്പോൾ അതിൻ്റെ കണക്ക് ചിലവുകൾ അവതരിപ്പിക്കാനുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് അയാൾക്കുള്ള വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞ് അതിന് വോയിസ് ഇട്ടിട്ടുണ്ട്. ആ വോയിസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് ഏത് ഉദ്യോഗസ്ഥനെ വേണമെങ്കിലും നമ്മളത് കാണിക്കാം. അയാളുടെ വീട്ടിൽ പോകാനെ കൊണ്ട് നമുക്ക് പറ്റത്തില്ല. കാരണം പാരിപ്പള്ളി വെച്ച് നടത്തിയ ഒരു പരിപാടി സംസാരിക്കാൻ ഇതുപോലെ സംസാരശേഷിയുള്ളൊരുത്തൻ എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തിൽ വേറെ കാണുമെന്ന്. ഉമ്മൻചാണ്ടി അവൻ്റെ മാമനാണ്, KC വേണുഗോപാൽ അമ്മാവനാണ്, രാജീവ് ഗാന്ധി മരിക്കുന്നതിന് മുമ്പിട്ട് തോളെ കൈയിട്ടുകൊണ്ട് നടന്ന ആളാണ്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയ സുഹൃത്താണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഏകദേശം സുധാകരൻ, KPCC പ്രസിഡന്റ് സുധാകരൻ സാറ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങളാണെന്ന് അറിയിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് എൻ്റെ കുടുംബത്തിൽ 4 മന്ത്രിമാരുള്ള കുടുംബത്തിലെയാണ് ഞാൻ, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ പറഞ്ഞാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ശിവഗിരിയുടെ ഒരു വിജയേന്ദ്രൻ എന്ന് പറയുന്നത് ഞാനൊരു ക്ലിപ്പ് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചീറ്റ് ചെയ്യുന്നതായിട്ടും ഇവരെല്ലാവരും കൂടെ പോയിട്ട് എവിടേക്കോ പോയി പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയും ഒരു പാവപ്പെട്ട ചേച്ചിയുടെ വീട് സ്ഥലവും നശിക്കുകയും അതിൻ്റെ ക്ലിപ്പ് കിടപ്പുണ്ട്, അതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഈ സംഘടനയായിട്ടുള്ള സർവ്വ ബന്ധങ്ങളും ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. ഇനി കണക്ക് അവതരിപ്പിക്കുന്നതിൻ്റെ അന്ന് വിളിക്കും. ആ സമയത്ത് ഈ 11 പേരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും കൂടെ പോയി ആ കണക്ക് അവതരിപ്പിക്കുമ്പോൾ അവിടെ ഇരിക്കും. അതോടുകൂടി നമ്മുടെ ഈ ബന്ധങ്ങൾ, ഈ സംഘടനയായിട്ടുള്ള സർവ്വ ബന്ധവും തീർന്നതായിട്ട് ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ വളരെ വിനയപൂർവ്വം ക്ഷമിച്ച്
എനിക്ക് ദോഷമില്ലാത്ത രൂപത്തിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.